بسم الله الرحمن الرحيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തായിരുന്നു അനുസരണ? ആ അനുസരണ വഫാത്തിന് ശേഷവും വേണം. റമളാൻ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ നമ്മുടെ അനുസരണ, റമളാൻ കഴിഞ്ഞാലും അത് വേണം. അതാണ് ഒരു മുസ്ലിമിന്റെ സമീപനം. റമളാൻ ഉണ്ടാകുമ്പോൾ നിസ്കാരം ക്ലിയർ, റമളാൻ കഴിഞ്ഞാൽ നിസ്കാരം തന്നെ ഇല്ല. ഇങ്ങനെ നമ്മൾ ആവരുത് എന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. അള്ളാഹുവിനോടുള്ള അനുസരണ എപ്പോഴും ഒരുപോലെ. ലൈലത്തുൽ ഖദറിൽ ഉണ്ടാകുന്ന ഒരു മനസ്സ് പൊട്ടിയുള്ള ഒരു പ്രാർത്ഥന, ലൈലത്തുൽ ഖദർ കഴിഞ്ഞാലും ദുആരക്കാം. റമളാനിൽ ഉണ്ടാകുന്ന ഒരു ഉന്മേഷം റമളാൻ കഴിഞ്ഞാലും ഉണ്ടായിക്കൂടെ? റമളാൻ കഴിയുമ്പോഴേക്കും അള്ളാഹു തിരിച്ചുപോയി എന്ന് ചിന്തിക്കുന്ന പോലെ, ഇനി പടച്ചവൻ കാണൂല എന്നൊക്കെ ചിന്തിക്കുന്ന പോലെ, കൂനൂ റബ്ബാനിയീൻ വലാ തകൂനൂ റമളാനിയീൻ. നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാവണം, റമളാനിന്റെ അടിമകളാവല്ലിൻ. ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴും അനുസരണം ഒരുപോലെ. നബി തങ്ങളുടെ വഫാത്ത് സംഭവിച്ചപ്പോഴേക്കും പിന്തിരിഞ്ഞ് നടന്നവരോടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്, അള്ളാഹുവിനൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. അങ്ങനെ നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകനുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകൻ, നബിയാണെന്ന് വാദിച്ചവൻ. നബി തങ്ങൾ പറയുമായിരുന്നു, എനിക്ക് ശേഷം 30 നബിയൻ, 30ഓളം ആളുകൾ കദിബൻ, നുണ പറഞ്ഞിട്ട് വരും ഞാൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഖാദിയാനികളുടെ ഗുലാം അഹ്മദ് ഖാദിയാനി അങ്ങനെ ഒരു കള്ളപ്രവാചകനാണ്. നുണ പറഞ്ഞുകൊണ്ട് പ്രവാചകത്വം വാദിച്ചവനാണ്. 30ഓളം ആളുകൾ ഖിയാമത്തിന്റെ മുമ്പ് കള്ളപ്രവാചകത്വവുമായി കടന്നു വരാനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ തുടക്കമുണ്ടായിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ് നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം തലപൊക്കാൻ നിന്നപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിൽ വെച്ച് വകവരുത്തിയ വഹ്ശി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അടിമയായിരുന്നു അന്ന്. വഹ്ശി പിന്നെ മുസ്ലിമായിട്ടുണ്ട്. വഹ്ശി മുസ്ലിമാവാൻ കാരണം ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു സംഭവത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് തോന്നിയ പശ്ചാത്താപമാണ്. മുസ്ലിമാവാൻ അല്ലാഹു തൗഫീഖ് കൊടുത്തു. അന്ന് അടിമത്വത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചെറിയൊരു ചാട്ടുളി എറിഞ്ഞുകൊണ്ട് വധിച്ചതാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി. ബഹുമാനപ്പെട്ടവർ മുസ്ലിമായി വന്ന് നബിയുടെ സദസ്സിൽ വന്നിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, വഹ്ശി, നിങ്ങൾ ഒരൽപ്പം സദസ്സിന്റെ പിന്നിൽ പോയിരിക്കുമോ? നിങ്ങളൊന്ന് മാറി നിൽക്കുമോ? നിങ്ങളുടെ മുഖം കാണുമ്പോൾ നിങ്ങളുടെ കയ്യാൽ വഫാത്തായ എന്റെ പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ഇങ്ങനെ കാണുകയാണ് നിങ്ങളുടെ മുഖത്തൂടെ. അതുകൊണ്ട് വഹ്ശി, എനിക്കത് ഓർക്കാൻ കഴിയുന്നില്ല, നിങ്ങളൊന്ന് മാറി നിൽക്കണം. നബി പറയുമായിരുന്നു. ആ വഹ്ശി റളിയല്ലാഹു അൻഹു തീരുമാനിച്ചിട്ടുണ്ട്, എങ്ങാനും ഒരവസരം കിട്ടിയാൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ അന്ന് വിവരമില്ലാത്ത കാലത്ത് ഇസ്ലാമിലേക്ക് ഞാൻ വരുന്നതിന്റെ മുമ്പ് ഹംസ തങ്ങളെ ഉഹദിൽ വെച്ച് വധിച്ചതിന് പകരം, അതിന് അല്ലാഹുവിന് പകരം കൊടുക്കാൻ ഈ കള്ളപ്രവാചകന്റെ ചങ്കിലേക്ക് ഞാൻ എന്റെ ചാട്ടുളി എറിയുമെന്ന് അന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു വഹ്ശി റളിയല്ലാഹു അൻഹു. അല്ലാഹു ഹിദായത്ത് കൊടുത്ത സ്വഹാബിയായി മാറി. മുസൈലിമത്തുൽ കദ്ദാബുമായുള്ള യുദ്ധം നടക്കുമ്പോ വഹ്ശി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ ചാട്ടുളിയും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് മുസൈലിമയെ കാണാൻ. മുസൈലിമയുടെ കയ്യിൽ ഒരു വാളുണ്ട്. മുസൈലിമ വാള് പിടിച്ച് ഇങ്ങനെ നടക്കുന്ന നടത്തം. ഞാൻ ഇങ്ങനെ മുസൈലിമയെ എറിയാൻ നോക്കുമ്പോ എന്നെ പോലെ മറ്റൊരു സ്വഹാബിയും മുസൈലിമയെ ലക്ഷ്യമാക്കി നടക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടു. ഞാൻ എന്റെ ചാട്ടുളി റെഡിയാക്കി അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് മുസൈലിമയുടെ കഴുത്തിലേക്ക് ആ ഒരു ഏറിലാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായ പോലെ ആ ഒരൊറ്റ ഏറിലാണ് വഹ്ശി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ഏറിലാണ് ഈ കള്ളപ്രവാചകൻ മുസൈലിമത്തുൽ കദ്ദാബ് നിലംപരിശാവുന്നത്. എന്തിനാണെന്നറിയുമോ?
മുമ്പ് ചെയ്തു പോയ തിന്മക്ക് പകരം ഒരു നന്മയെ പ്രതിഷ്ഠിക്കുകയാണ്. ചെറുപ്പക്കാരെ, സമയം അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തതിൽ എങ്ങനെയെല്ലാം ചെലവഴിച്ചിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടും പാട്ടുപാടിയിട്ടും നൃത്തങ്ങൾ കണ്ടിട്ടും നൃത്തം ചെയ്തിട്ടും മ്യൂസിക് ശ്രദ്ധിച്ചുകൊണ്ടും ഇങ്ങനെ നമ്മൾ എത്ര സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിലില്ലാതെ ചെലവഴിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒക്കെ പകരം അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു വഴിയിലേക്ക് നമ്മളതിന് പ്രതിവിധിയായി, അതിന് ഒരു പരിഹാരമായി, ഒരു കോമ്പൻസേഷനായി നമ്മൾ അത്രയും സമയം ഖുർആൻ ഓതിയിട്ടോ, അത്രയും സമയം സ്വലാത്തും ദിക്റും ചൊല്ലിയിട്ടോ, അത്രയും സമയം അള്ളാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിട്ടോ ഒന്ന് പകരം കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ? തോന്നേണ്ടതല്ലേ? എത്രയെല്ലാം നിസ്കാരം ഖളാ ആയിപ്പോയിട്ടുണ്ടോ? ആ നിസ്കാരങ്ങളെ ഖളാ വീട്ടുന്നതോടൊപ്പം ഇനിയുള്ള നിസ്കാരങ്ങളോടൊപ്പം അതിന്റെ സുന്നത്തുകൾ പരിപാലിച്ചുകൊണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾ എടുത്തുകൊണ്ട്, റവാത്തിബ് സുന്നത്ത് എടുത്തുകൊണ്ട് പരിഹരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? റമളാനിൽ നോമ്പ് നോൽക്കാതെ വിവരമില്ലാത്ത കാലത്ത് റമളാനിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയത്, പ്രായപൂർത്തി ആയതിന്റെ ശേഷം റമളാനിന്റെ നോമ്പുകൾ നഷ്ടപ്പെടുത്തിയത് ഖളാ വീട്ടലോടുകൂടെ തന്നെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ആ നഷ്ടപ്പെടുത്തിയതിന് പകരം ഇനി ഞാൻ എല്ലാ വെള്ളിയാഴ്ച, എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും, ഒരു മാസത്തിലെ അയ്യാമുൽ ബീദിൽ, ഒരു അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ, മുഹറത്തിന്റെ ആദ്യ ഭാഗം, ദുൽഹിജ്ജയുടെ ആദ്യ ഭാഗം ഞാൻ സുന്നത്ത് നോമ്പ് ും റമളാൻ നഷ്ടപ്പെടുത്തിയതിന് പകരം അല്ലാഹുവിനെ മറന്നുകൊണ്ട് ലോകത്തിന്റെ മറ്റു പല ഭാഗത്തേക്കും യാത്ര പോയപ്പോ, ഒരു ഉംറ ചെയ്യാൻ സാധിക്കാതെ പോയപ്പോ, ഇനി ഇവിടെ നിന്നങ്ങോട്ട് കഴിയുമെങ്കിൽ ഓരോ വർഷവും ഒരു റമളാനില്ലെങ്കിലും ഒരു തവണ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹറം ഞാൻ സന്ദർശിക്കും. ശുദ്ധമായ ഹറമിൽ ചെന്ന് ഞാൻ അല്ലാഹുവിന് വേണ്ടി ഒരു മാസക്കാലം റമളാൻ ഞാൻ ഹറമിൽ ചെലവഴിക്കും. എന്തേ? ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഞാനിതിന് പകരം ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നല്ല ദൃഢനിശ്ചയത്തോടുകൂടെ നന്മയിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കുമോ? മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് തന്നെ അഹ്വാസ് പ്രദേശത്ത് യുദ്ധം നടക്കുമ്പോ മഹാനായ സ്വഹാബി റബീഅ ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരുടെ സഹോദരനുണ്ട്, അൽ മുഹാജിർ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. ചെറിയ മകനാണ്, ചെറുപ്പക്കാരനാണ്. റബീഅ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു മകനെയും കൈപിടിച്ചുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് പോകുന്നത്. മകൻ മുഹാജിർ എന്നവർ റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്, ടീനേജുകാരനാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോകുമ്പോ മഹാനായ സിയാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ റബീ എന്നവർ, അവരുടെ സഹോദരൻ മുഹാജിർ എന്നവര്, സഹോദരൻ ചെറുപ്പക്കാരനാണ്, വളരെ ചെറിയ പ്രായമാണ്, ടീനേജുകാരനാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, റബീ എന്നവരോട് പറഞ്ഞു, റബീ എന്നവരെ, മുസ്ലിമീങ്ങൾ ഇതിൽ മരിച്ചൊടുങ്ങാൻ പോകുന്നുണ്ട്, ഒരുപാട് നഷ്ടം മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം എന്റെ ശരീരം അള്ളാഹുവിന് ഞാൻ വിൽപ്പന നടത്തിയിരിക്കുന്നു, എന്റെ ശരീരം അള്ളാഹുവിന് കൊടുത്തിരിക്കുന്നു, അതിന് പകരം എനിക്ക് സ്വർഗം വേണം. യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോകുന്നു. നോമ്പ് നോറ്റിട്ടുണ്ട്, നോമ്പ് നോറ്റിയ വിഷമത്തിലാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പെടുത്ത മുഴുവൻ ആളുകളോടും നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ നോമ്പ് മുറിക്കണേ, ഈ യുദ്ധത്തിൽ നമുക്ക് ക്ഷീണം സംഭവിച്ചേക്കും. മഹാനായ സ്വഹാബി റബീഅ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു, അവരുടെ സഹോദരൻ അൽ മുഹാജിർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും പറഞ്ഞു, നമ്മൾ നോമ്പുകാരാണ്, പക്ഷേ നോമ്പ് നോറ്റുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകണം. യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോകുന്നു. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോവുകയാണ്. ശത്രുവിനെ വകവരുത്താൻ വേണ്ടി പോകുന്നു മഹാനായ അൽ മുഹാജിർ റളിയല്ലാഹു അൻഹു. ദാഹം തൊണ്ട വരണ്ടിരിക്കുകയാണ്, വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്, നോമ്പ് മുറിക്കാൻ തോന്നുന്നുണ്ട്, നോമ്പ് മുറിക്കുന്നില്ല. യുദ്ധക്കളത്തിലേക്ക് ഓടിച്ചെന്നു. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ മഹാനായ സ്വഹാബി, അവരുടെ സഹോദരൻ രണ്ടുപേരും നോമ്പുകാരായി ആ യുദ്ധത്തിലേക്ക് എടുത്തു ചാടി അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങിപ്പോന്നത്.
അള്ളാഹുവിന് വേണ്ടി ശരീരം വിൽപ്പന ചെയ്തവർ. എന്താണ് ആ വിൽപ്പന? അള്ളാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗം. ഞാനിത് നൽകുകയാണ് റബ്ബേ, പകരം നീ സ്വർഗം തരണം. നോമ്പ് നിങ്ങൾ മുറിച്ചോളൂ, സുന്നത്ത് നോമ്പ് മുറിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴും നോമ്പ് ഞാൻ മുറിക്കാതെ തന്നെ സുന്നത്ത് നോമ്പെടുത്തുകൊണ്ട് ഞാൻ യുദ്ധത്തിലേക്ക് വരികയാണ്. ഈ ഒരു അസീമ മനസ്സിൽ വന്ന ഈ ഒരു ഉറപ്പ്, അള്ളാഹുവിന്റെ ദീനിൽ തോന്നിയ ഈ ഒരു ഉറപ്പ്, ഖൽബിന് കിട്ടിയ അടങ്ങാത്ത ഈമാൻ. സത്യവിശ്വാസികളെ, ചെറുപ്പക്കാരെ, നമ്മുടെ ഖൽബുകളിൽ ഇങ്ങനെ ദീനിനോട് അടുപ്പം തോന്നിയിട്ടുണ്ടോ? യർമൂക്ക് യുദ്ധം, 1000ഓളം സഹാബികൾ യർമൂക്കിലേക്ക് വരുന്നു. അവരിൽ 100ഓളം സഹാബികൾ ബദരീങ്ങളാണ്, യർമൂക്കിലേക്ക് യുദ്ധത്തിന് വന്നവർ. അവരിലുണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് ഇബ്നു ജബലും ആ യുദ്ധത്തിലുണ്ട്. യർമൂക്കിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. റോമക്കാരുമായുള്ള യുദ്ധമാണത്, റോമക്കാരുമായുള്ള യുദ്ധം. റോമക്കാരനായ നേതാവ് മഹാന്മാരായ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളിൽ പടപൊരുതാൻ തയ്യാറുള്ളത്? അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ് നേതാവ്. മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ ഉബൈദ, ആ റോമക്കാരനോട് പടപൊരുതാൻ ഞാൻ പോകട്ടെയോ എന്ന് ചോദിക്കുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ മുആദ് എന്നവരെ, സഅൽതുക ബിഹഖി റസൂലില്ലാഹി അൻ തൽസമ റായതക. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹഖിനെ മുൻനിർത്തി പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ, നബി തങ്ങളുടെ ഹഖിനെ വിചാരിച്ച് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ പതാക പിടിച്ചാൽ മതി. റോമക്കാരുടെ മുമ്പിൽ ഇസ്ലാമിന്റെ പതാക നിങ്ങൾ പിടിക്കുന്നതാണ് എനിക്കുത്തമം, എനിക്കിഷ്ടം. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഉബൈദ, റോമക്കാരന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ എന്റെ മകൻ അബ്ദുറഹ്മാൻ തയ്യാറാണ്. യാ മഅശറൽ മുസ്ലിമീൻ, يا معشر المسلمين من أراد فرسا فهذا فرسي. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് റോമക്കാരനോട് മറുപടി കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അബൂ ഉബൈദ നമ്മുടെ നേതാവിനോട് പറഞ്ഞു പതാക പിടിക്കാൻ. അതുകൊണ്ട് ആരെങ്കിലും യുദ്ധത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറുണ്ടെങ്കിൽ എന്റെ കുതിര ഇതാ റെഡിയാണ് ഇവിടെ. മുആദ് റളിയല്ലാഹു അൻഹു അവരുടെ കുതിര കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ചെറുപ്പക്കാരനായ ടീനേജുകാരനായ അൽ മുഹാജിർ എന്നവരെ പോലെ തന്നെ ചെറുപ്പക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ബാപ്പാ, നിങ്ങളുടെ കുതിര എനിക്ക് വേണം, ഞാൻ പോയി യുദ്ധം ചെയ്യാം. യാ അബതാ, എന്റെ ഉപ്പാ, ഇന്നി ഖാരിജുൻ ഇദാ ഹാദൽ അലജ്, ഈ ദുഷ്ടന്റെ മുമ്പിലേക്ക് ഞാൻ പോവുകയാണ്. ഫഇൻ സബർത് ഫഇന്നൽ മിന്നത ലില്ലാഹ്, ഈ യുദ്ധത്തിൽ ഞാൻ എന്റെ ശത്രുവിനെ വകവരുത്തുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ല, അല്ലാഹുവിനാണ്. വഇൻ ഖതലനി, ആ ശത്രു എന്നെ കൊല്ലുകയാണെങ്കിൽ ഫസ്സലാമു അലൈക യാ അബതാ, വാപ്പാ, ഞാൻ നിങ്ങളോട് അവസാനത്തെ സലാം പറഞ്ഞു പിരിയുകയാണ്. യുദ്ധത്തിലേക്ക് പോവാൻ വാപ്പയോട് പറയുന്നു, ഉപ്പാ, എന്നെ ആ ശത്രു കൊല്ലുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന അവസാനത്തെ സലാമാണത്. وإن كان لك إلى رسول الله حاجة فأوصني بها, നബിയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ പറഞ്ഞോളൂ വാപ്പാ. ഞാൻ മരിച്ചുപോയാൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണും, നബിയോട് ഞാൻ ചെന്ന് നിങ്ങളുടെ വല്ല വസിയത്തും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. ആരായി പറയുന്നത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. വാപ്പ പറയുന്നത് ശിർക്കാണ് മോനെ, കുഫറാണ് മോനെ എന്നല്ല. മോനെ, നീ എന്താ പറയണത്? മരിച്ചുപോയി നബിയെ കാണുമെന്നോ, നബിയോട് എന്റെ വസിയത്ത് പറയാൻ പറ്റുമെന്നോ? മോനെ, അങ്ങനെ നീ പറയുകയാണെങ്കിൽ എന്റെ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീ പറഞ്ഞേക്കണം, എന്റെ സലാം പറഞ്ഞേക്കണം, എന്റെ ഉമ്മത്തിൻ നബി തങ്ങളോട് പറഞ്ഞേക്കണം, ജസാകല്ലാഹു അൻ ഉമ്മതിക ഖൈറൻ യാ റസൂലല്ലാഹ്. വാപ്പയായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മോനോട് ഷഹാദത്തിന് വേണ്ടി പോകുമ്പോ, രക്തസാക്ഷിയായി മരിക്കാൻ പോകുമ്പോ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണത്. മോനെ, നബിയോട് എന്റെ സലാം പറയണം. അത് മാത്രമല്ല
ജസാകല്ലാഹു അൻ ഉമ്മതിക ഖൈറൻ യാ റസൂലല്ലാഹ്. നബിയേ, ഈ ഉമ്മത്തിന് പകരം അല്ലാഹു നിങ്ങൾക്ക് ഖൈർ ചെയ്യട്ടെ എന്ന് പറഞ്ഞേക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാൻ പറഞ്ഞയച്ചു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യാത്രയപ്പ് നൽകുകയാണ്. ഗൾഫിലേക്കല്ലായി പോകുന്നത്, ജോലിക്കല്ലായി പോകുന്നത്, പഠിക്കാനുള്ള യാത്രക്കല്ല പോകുന്നത്, വിനോദയാത്രക്കുള്ള യാത്രയല്ല. ഷഹീദാവാൻ പതാക പിടിച്ചിരിക്കുന്ന വാപ്പ, ആ പിതാവിന്റെ കൺമുമ്പിൽ നിന്ന് രക്തസാക്ഷിയാകാൻ പോകുന്ന അബ്ദുറഹ്മാൻ എന്ന പുഞ്ചുമോനോട്, ചെറുപ്പക്കാരനോട് മുആദ് റളിയല്ലാഹു അൻഹു എല്ലാം പറഞ്ഞേൽപ്പിച്ചു. മോനെ, ഇനി അങ്ങോട്ട് വാപ്പാക്ക് നിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്റെ നബിയോട് എന്റെ സലാം പറഞ്ഞേക്കണം, നബി തങ്ങളോട് എന്റെ ദുആ അറിയിച്ചേക്കണം. ജസാകല്ലാഹു ഖൈറൻ അൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. നബിയേ, ഈ ഉമ്മത്തിന് പകരം നിങ്ങൾക്ക് ഖൈറുണ്ട് എന്ന് പറഞ്ഞേക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാം, തങ്ങളോടുള്ള സലാമും പറഞ്ഞേൽപ്പിച്ച് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ റോമക്കാരനായ ദുഷ്ടനായ യോദ്ധാവിന്റെ മുമ്പിലേക്ക് ചെന്നു. റോമക്കാരൻ മുആദ് തങ്ങളുടെ പൊന്നുമോൻ തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുമാ തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. റോമക്കാരന്റെ വാളെടുത്ത് ആ യുദ്ധത്തിൽ തലയുടെ മൂർധാവിലേക്ക് ഒരു വെട്ടുകൊടുത്തു. ആർക്കാണ് ആ വെട്ടുകൊണ്ടത്? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്. മുആദ് തങ്ങളുടെ ചെറിയ മകന്, ചെറുപ്പക്കാരനായ മോന്റെ തലയിലേക്ക് തലപ്പാവ് രണ്ട് കഷ്ണമായിട്ടുണ്ട്. തലപ്പാവ് രണ്ട് കഷ്ണമായെന്ന് മാത്രമല്ല, തല പിളർന്നിരിക്കുകയാണ്. ആ പിളർന്ന തലയുമായി ഓടി വന്നു വാപ്പയുടെ മുമ്പിലേക്ക്. അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് പറഞ്ഞു, ഖതലനി അൽ അലജു യാ അബതാ. വാപ്പാ, റോമക്കാരനായ ആ ദുഷ്ടൻ എന്നെ വധിച്ചു കളഞ്ഞുവല്ലോ. മുആദ് റളിയല്ലാഹു അൻഹു എന്ന വാപ്പ മകന്റെ തല പിളർന്നിരിക്കുന്ന കാഴ്ച കാണുന്നു. മകന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, മകനപ്പോൾ സംസാരശേഷിയുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. മകനോട് പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു, മോനെ, വമല്ലദീ തുരീദു മിനദ്ദുനിയാ യാ ബുനൈ, മോനെ, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിന്ന് ഇനി എന്താണ് വേണ്ടത്? വലൈസ ബൈനക വബൈനൽ ജന്നതി ഇല്ലാ ഖുതുവാത്, ഏതാനും കാലടികളാണ് നിങ്ങളുടെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ളത്. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് മോനെ? സ്വർഗം നിങ്ങളുടെ കൺമുമ്പിലാണ്. എന്താ മോനെ വേണ്ടത്? തല പിളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, വാപ്പയുടെ മുമ്പിലേക്ക് മോൻ തിരിച്ചു വരുന്നത് എവിടെ നിന്നുള്ള ഓട്ടമാണ് മോനെ? സ്വർഗം കൺമുമ്പിലുണ്ടായിരിക്കെ എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത്? മോനോട് പറഞ്ഞു, മോനെ, ആ ദുഷ്ടന്റെ അടുത്തേക്ക് തന്നെ ചെല്ലിൻ, ഒന്ന് യുദ്ധം ചെയ്യിൻ, ധീരമായി പോരാടിൻ മോനെ. ഇത് നിങ്ങൾക്ക് ഷഹാദത്ത് തരാൻ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. അബ്ദുറഹ്മാൻ തിരിച്ചു നടന്നേക്കണം യുദ്ധക്കളത്തിലേക്ക്. ആ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു നടക്കാൻ പറഞ്ഞു വാപ്പ. മുആദ് റളിയല്ലാഹു അൻഹു പിളർന്ന തലയുമായി അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നടന്ന് ശത്രുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. രണ്ടാമതും ഒരു വെട്ടാനുള്ള അവസരം ശത്രുവിന് അല്ലാഹു നൽകിയില്ല. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പൊന്നുമോൻ അവിടെ തന്നെ വീണ് ഷഹീദാവുകയാണ്. വാപ്പയുടെ മുമ്പിലേക്ക്, വാപ്പാ, എന്നെ ആ ശത്രു കൊന്നല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോ, മോനെ, നിങ്ങൾക്കിനി എന്താണ് വേണ്ടത്? സ്വർഗമല്ലേ മുമ്പിലിരിക്കുന്നത്? സ്വർഗം നിങ്ങളുടെ കൺമുമ്പിൽ കിടക്കുകയല്ലേ? തിരിച്ചു പോ അബ്ദുറഹ്മാൻ, ധൈര്യമായി പോ, ധീരമായി പോരാട്, സ്വർഗത്തിലേക്ക് പോയെന്ന് പൊന്നുമോൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് വാപ്പ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിലേക്കുള്ള യാത്രയായിരുന്നു അത്. ആഹ് ക്യാ ആയേ റിയാസേ ദഹർ മേ ഹം ക്യാ ഗയേ, ജിന്ദഗി കി ഷാഖ് മേ ഫൂട്ടേ ഖിലേ മുർജാ ഗയേ. സ്വർഗം വിളിക്കുകയായിരുന്നു. പുത്ലി കി തറാ ഹർ നസർ സേ മസ്തൂർ ഹേ തൂ, ആँखें जिसे ढूंढती हैं वो राज है तू.
സ്വർഗം കാണാൻ, അള്ളാഹുവിനെ കാണാൻ വെമ്പൽ കൊണ്ടുപോയ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. ഈ ഒരു അസീമ, അള്ളാഹുവിന്റെ വിഷയത്തിലുള്ള ഉറപ്പ്, ആ ഒരു ധൈര്യം, ആ ഒരു ശൂരത, ഈ തരത്തിലുള്ള ഒരു ഉന്മേഷം, അള്ളാഹുവിന്റെ സ്വർഗലോകത്തേക്ക് പോകാൻ സ്വഹാബികൾ യുദ്ധക്കളത്തിലേക്കായി ഇറങ്ങിയത്. നമുക്ക് നിസ്കാരത്തിന് സ്വഫ് കെട്ടുമ്പോ ഉന്മേഷത്തോടുകൂടെ ഒന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സ്വഫുകൾ റെഡിയാക്കണേ എന്ന് പറയുമ്പോ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ ഉന്മേഷത്തോടുകൂടെ നിൽക്കട്ടെ. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى. നിസ്കാരത്തിലേക്ക് മടിയന്മാരായി എഴുന്നേൽക്കുന്നവരെ കുറിച്ച് മുനാഫിക്കുകളാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കുകളായ ആളുകൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് ഉന്മേഷമില്ലാതെയാണ്. ആർക്കോ വേണ്ടി. ഇതെപ്പോഴാ തീരുന്നത് എന്ന് നോക്കി. ഇമാം എങ്ങാനും നിസ്കാരം നീട്ടിക്കൊണ്ടു പോകുമ്പോഴേക്കും മടി വരുന്ന അവസ്ഥ, മടുപ്പ് വരുന്ന അവസ്ഥ, സലാം വീട്ടി തിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്ന പോലെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചോര കൊടുത്ത് ശരീരം കൊടുത്ത് സ്വർഗം താ പടച്ചവനെ എന്ന് ചോദിച്ചു പോയ ഈ മഹത്തുക്കളുടെയൊക്കെ ചരിത്രം നമ്മൾ പറയുമ്പോ നമ്മുടെ ഇബാദത്തുകളെങ്കിലും ഒന്ന് ഉന്മേഷത്തോടുകൂടെ നിസ്കരിക്കാനോ, ഒരു ഉത്സാഹത്തോടുകൂടെ നോമ്പെടുക്കാനോ, ഒരു ആർത്തിയോടുകൂടെ ആഗ്രഹം മനസ്സിൽ നിറച്ചുകൊണ്ട് ശുദ്ധ ഖുർആൻ കയ്യിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുവാനോ, ഒന്ന് അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുവാനോ, ഹബീബിനെ കാണാൻ കൊതിയൂറി നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുവാനോ നമുക്ക് സാധിക്കുന്നുണ്ടോ? യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ. യഹ്യ നബിയെ, ഇത് അല്ലാഹുവിന്റെ ദൗത്യമാണ്, മുറുകെ പിടിച്ചേക്കണം എന്ന് യഹ്യ നബിയോട് അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയം ഗൗരവത്തിലെടുക്കണമെന്ന് പഠിപ്പിക്കുവാനാണ്. ഗൗരവത്തിലെടുക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലിൽ നീര് വന്ന് വീർത്തപ്പോഴാണ് ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ ആയിഷ ബീവി ചോദിച്ചത്, ലിമ തഫ്അലു ഹകദാ യാ റസൂലല്ലാഹ് വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. എന്തിനാണ് നബിയെ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ലിമ തഫ്അലു ഹകദാ യാ റസൂലല്ലാഹ്, എന്തിനു നബിയെ നിങ്ങൾ ബുദ്ധിമുട്ടണം? ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മുൻകഴിഞ്ഞതും പിൻകഴിഞ്ഞതുമായ പാപങ്ങൾക്കിടയിൽ അല്ലാഹു മറവെച്ചിട്ടില്ല നബിയെ. അങ്ങ് പാപ സുരക്ഷിതരാണല്ലോ നബിയെ, അങ്ങ് മഅസൂമാണല്ലോ നബിയെ, പാപങ്ങളില്ലാത്തവരല്ലോ നബിയെ. അല്ലാഹു തആല അങ്ങയുടെയും പാപങ്ങൾക്കും ഇടയിൽ മറവെച്ചവനാണല്ലോ. അങ്ങനത്തെ നബിയെ, കാലിൽ നീര് വന്ന് വീർക്കുന്നവരെ, കാലിൽ നീര് കിട്ടുന്നത് വരെ അങ്ങ് നിന്ന് നിസ്കരിക്കണമോ? 70 വയസ്സായ നബിയല്ല ഇത്, 80 കഴിഞ്ഞ നബിയല്ല ഇത്, ആരോഗ്യമുള്ള 63 വയസ്സിലാ നബി തങ്ങൾ ലോകത്തോട് വിട പറയുന്നത്. ആ സമയത്തിനിടക്ക് രാത്രികാലങ്ങളിലെ ദീർഘമായ നിസ്കാരങ്ങളിൽ നിന്നുകൊണ്ട് കാലിൽ നീര് വന്ന് വീർത്തിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എന്തിനാണിത് ചെയ്യുന്നത് എന്ന് ആയിഷ ബീവിയുടെ ചോദ്യത്തിന് മറുപടി, അവലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ. ആയിഷ ബീവി, അല്ലാഹുവിന് നന്ദി ചെയ്യണ്ടയോ? ഞാൻ അല്ലാഹുവിന് നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ? ഞാൻ അതുകൊണ്ടാണ് ഈ ചെയ്യുന്നത്, അല്ലാഹുവിന് നന്ദി ചെയ്യാൻ. ആര്? ലോകത്തിന്റെ ഗുരു റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലാഹുവിന്റെ മെഹബൂബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും കഷ്ടപ്പെട്ടില്ലെങ്കിലും ഹബീബിനെ അല്ലാഹു സ്വർഗത്തിൽ കൊണ്ടുപോവില്ലേ? ഹബീബ് അലാ ഇല്ലിയീനിലേക്ക് ഉയരില്ലേ? ഹബീബിന് അല്ലാഹു മഖാമും മഹ്മൂദ് കൊടുക്കില്ലേ? എന്നാലും അല്ലാഹുവിന് ഞാൻ ധാരാളം അധ്വാനിക്കേണ്ടവനല്ലേ? ഞാൻ അധ്വാനിച്ചിട്ടുണ്ടോ? എന്റെ ആഖിറത്തിന്റെ സ്ഥിതി എന്താണ്? എന്റെ പരലോകത്തേക്ക് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? ഒരു ദിവസം കഴിയുമ്പോൾ 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും എനിക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു തരാത്ത എത്ര ഗുരുതരമായ തെറ്റുകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുവോ ഒന്ന് പുറത്തു തരാൻ? ഞാൻ അല്ലാഹുവിനോട് മാപ്പിനെ ചോദിച്ചുവോ? മുഹാസബത്തുൻ നഫ്സ് ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്റെ ശരീരത്തോട് ഞാനൊരു ഹിസാബ് നടത്തിയിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പന തോട്ടത്തിൽ ഉമർ എന്നവരെ കണ്ടു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ, ഈത്തപ്പന തോട്ടമാണ്, വിജനമാണ്, രാത്രി ആരുമില്ല. ആ സമയത്ത്
തോട്ടത്തിന്റെ ഉള്ളിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നുണ്ട്, അൻത അമീറുൽ മുഅ്മിനീൻ, നീയാണോ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീർ, നീയാണോ ഉമറേ സത്യവിശ്വാസികളുടെ നേതാവ്? എന്തുകൊണ്ട് ഉമറേ ഇന്നലെ രാത്രി നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചില്ല? എന്തുകൊണ്ട് ഉമറേ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമെങ്കിലും 2 റക്അത്തെങ്കിലും എന്തുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചില്ല? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ആ തോട്ടത്തിന്റെ അരികിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ആരാണാവോ ഈ ഇരുട്ടിന്റെ മറവിൽ ഉമർ എന്നവരെ ചോദ്യം ചെയ്യുന്നത് എന്നറിയാൻ ഒന്നരികത്തേക്ക് നടന്നു. ആളറിയാതെ മെല്ലെ പാത്തും പതിഞ്ഞും മെല്ലെ നടന്നു വന്നു. ഉമർ തങ്ങളുടെ അരികത്ത് വന്നിരുന്നു. ഉമർ തങ്ങൾ കാണുന്നില്ല. ഉമറേ, നീയാണോ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ് ഉമറേ, നീയാണോ മുഅ്മിനീങ്ങളുടെ അമീർ? നീ എന്ത് ചെയ്തു? നീ എന്താണ് ഇന്നലെ തഹജ്ജുദ് നിസ്കരിക്കാതിരുന്നത്? എന്തുകൊണ്ട് ഉമറേ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇന്നലത്തെ രാത്രിയിലെ സുന്നത്ത് നിസ്കാരം എന്തുകൊണ്ട് ഒഴിവാക്കി? ഇങ്ങനെ വിളിച്ചു ചീത്ത പറയുന്നുണ്ട്. ആരുമല്ല ചീത്ത പറയുന്നത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെയാണ് ചീത്ത പറയുന്നത്, സ്വന്തം ശരീരത്തെ. എന്നിട്ട് പറഞ്ഞു, ഉമറേ ഇന്നലെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങി ആസ്വദിച്ചുവല്ലോ, അതുകൊണ്ട് 1 വർഷക്കാലത്തേക്ക് ഉമറേ നിങ്ങൾക്കിനി ഉറക്കമില്ല, ഇനി നിങ്ങൾക്ക് ഉറങ്ങാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഉമറേ ശരീരമേ, 1 കൊല്ലത്തേക്ക് നിനക്കിനി ഉറക്കമില്ല. എന്തുകൊണ്ട് ഇന്നലെ രാത്രി ആ ഒരു സുന്നത്ത് പോലും നിസ്കരിക്കാതെ നീ ഉറങ്ങി? ഫർള് ഒഴിവാക്കിയതിലല്ല ഉമർ തങ്ങൾ ശിക്ഷിക്കുന്നത്, തറാവീഹ് ഒഴിവാക്കിയതിലോ വിത്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയതിലോ റവാത്തിബ് സുന്നത്ത് നഷ്ടപ്പെട്ടതിലോ ഒന്നുമല്ല. തഹജ്ജുദ് നിസ്കാരം, ഖിയാമുൽ ലൈൽ 1 കൊല്ലം ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങിയിട്ടില്ലെന്ന ചരിത്രമാണ്. അതിന്റെ പിന്നിലുള്ള രഹസ്യം ഒരു രാത്രിയിലെ ഈ ഒരു ചെറിയ വീഴ്ച എന്ന് പറഞ്ഞുകൂടാ ഒരു നന്മ ചെയ്യാൻ സാധിക്കാതെ പോയത്. നമുക്കൊക്കെ പിന്നെ ഉറങ്ങാൻ പറ്റുമോ? ജീവിതത്തിൽ ഉറങ്ങാൻ പറ്റുമോ? ഈ ഒരു മുഹാസബ, ഞാൻ എന്റെ ശരീരത്തോട് ചെയ്യുന്ന വിചാരണ, ഞാനും അല്ലാഹും തമ്മിലുള്ള എന്റെ ബന്ധത്തിൽ ഈ ഗൗരവം ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ? സ്വന്തം ജോലി നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ അള്ളാഹുവിന്റെ വിഷയം ശ്രദ്ധിക്കുന്നുണ്ടോ? മക്കളോട് നമുക്ക് സ്നേഹമുള്ള പോലെ അതിലേറെ അള്ളാഹുവിനോട് സ്നേഹമുണ്ടാവേണ്ടവരല്ലേ, നമുക്ക് ആ സ്നേഹം കൽബിൽ തോന്നുന്നുണ്ടോ? എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്ത്? എന്റെ ഇബാദത്തിന്റെ കഥയെന്ത്? എന്റെ ആരാധനയുടെ കഥയെന്ത്? ഞാൻ ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥമറിയുന്നുണ്ടോ? ഞാൻ ചൊല്ലുമ്പോ എന്റെ മനസ്സിലേക്ക് അത് കയറുന്നുണ്ടോ? ഇങ്ങനെ തുടങ്ങി ഒരു മുഅ്മിനായ മനുഷ്യൻ സദാ ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ, നിങ്ങളെ അല്ലാഹു വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട്, അതിന്റെ മുമ്പായി നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യണേ എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഉമർ തങ്ങളുടെ വയറിന് കുത്തേറ്റ് കിടക്കുകയാണ്. ഒരു ശത്രു വന്ന് കുത്തി, ബഹുമാനപ്പെട്ടവരുടെ കുടൽമാലകൾ പുറത്തു ചാടി. ഉമർ റളിയല്ലാഹു അൻഹുവിന് കുടിക്കാൻ 1 ഗ്ലാസ് പാല് കൊടുത്തു. ആ കുടിച്ച പാല് മുഴുവനും പുറത്തേക്ക്. ബഹുമാനപ്പെട്ടവർ ഈ ദാരുണമായ ഈ കുത്തേറ്റ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുമെന്ന് സ്വഹാബത്ത് ഉറപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു. ഒന്ന് തുന്നിപ്പിടിപ്പിക്കാനുള്ള സൗകര്യമില്ല, ഒന്ന് സർജറി ചെയ്യാനുള്ള വകയില്ല, കുടൽമാലകൾ പുറത്തായിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഓരോരുത്തരും കാണാൻ വേണ്ടി വരുന്നു. ലാ ബഅസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഉമർ എന്നവരെ സാരമില്ല, എല്ലാം സുഖമാവും, സാരമില്ല എന്ന് ആശ്വസിപ്പിക്കാൻ ഓരോരുത്തരും കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, യാ ഫതാ റുദ്ദൂ ഹാദൽ ഫതാ, ഈ ചെറുപ്പക്കാരനെ ഒന്നെന്റെ മുമ്പിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറയണം. ആ ചെറുപ്പക്കാരൻ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെറുപ്പക്കാരാ, നിങ്ങളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണല്ലോ, നിങ്ങളത് ഉയർത്തി വെച്ചേക്കണം, നീ പൊയ്ക്കോ. അസ്ഹാബ് ഓരോരുത്തരും വേറെയും വന്നു, ദീനീ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണത്തെ കൺമുമ്പിൽ കാണുന്ന രംഗത്ത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനത്തെ ഒരു വാക്കുകൂടെ പറയാൻ പോകുന്നു. അസ്ഹാബുകളെ, ഞാൻ യാത്ര പറയുകയാണ് നിങ്ങളോട്, എല്ലാവരും അരികത്തേക്ക് വരിൻ. എല്ലാവരും വിളിച്ചു വരുത്തി. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ വസിനൂ ഖബ്ല അൻ തൂസനൂ.
നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്തേക്കണം. ഞാൻ എന്നെ വിചാരണ ചെയ്യുക, നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യുക. ഇന്ന് വിചാരണ നടക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെ ഒരാളെ മറ്റൊരാളെ വിചാരണ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വയം ഞാൻ എന്നെ വിചാരണ ചെയ്യുക. നമ്മൾ ഓരോരുത്തരും അവനവന്റെ ശരീരത്തെ വിചാരണ ചെയ്യാം. അള്ളാഹുവിനോടുള്ള എന്റെ കടപ്പാടുകൾ ഞാൻ എത്ര ഗൗരവത്തിലാണ് സ്വീകരിച്ചത്, അല്ലെങ്കിൽ എത്ര നിസ്സാരമായിട്ടാണ് സ്വീകരിച്ചത്? ഒരു വിചാരണ ചെയ്യൻ. എത്ര നന്മകളാണ് ഒരു ദിവസം ചെയ്തത്, എത്ര തിന്മകളാണ് ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ നിങ്ങൾ വിചാരണ ചെയ്താൽ അല്ലാഹു നാളെ നിങ്ങളുടെ അമലുകൾ തൂക്കി നോക്കാൻ പോകുന്നുണ്ട്. വൽ വസ്നു ഹഖ്ഖുൻ, നാളെ അമലുകൾ തൂക്കുക എന്ന് പറഞ്ഞത് സത്യമാണ്. അമലുകൾ അല്ലാഹു തൂക്കാൻ പോകുന്നുണ്ട്. അല്ലാഹു തൂക്കി നോക്കുന്നതിന് മുമ്പായി നിങ്ങൾ സ്വയം ഒന്ന് തൂക്കി നോക്കണേ. വസിനു ഖബ്ല അൻ തുസനു വദാലിക അജ്ദർ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം. നാളെ പരലോകത്ത് ഏറ്റവും ലഘുവായ വിചാരണ, നാളെ ഏറ്റവും ലഘുവായ വിചാരണ വേണമെങ്കിൽ ഇവിടെ ഒരു വിചാരണ ചെയ്തേക്കണം. നാളെ നമ്മുടെ തുലാസ് നന്മ കൊണ്ട് കനം തൂങ്ങണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് തൂക്കി നോക്കണേ. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണത്. അത് നിങ്ങൾ ചെയ്യണേ, സ്വയം ഒന്ന് വിചാരണ ചെയ്യണേ എന്ന് വഫാത്തിന്റെ മുമ്പ് അവസാനമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മത്തിന് നൽകി പോന്ന ഉപദേശമാണത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇബ്നു സമ്മാ റളിയല്ലാഹു അൻഹു, 60 വയസ്സായിരിക്കുന്നു ഇബ്നു സമ്മാ റളിയല്ലാഹു അൻഹുവിന്. ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം വെറുതെ അങ്ങനെ ആലോചിച്ചു, എനിക്കെത്ര വയസ്സായി? 60ആയി. അറബ് മാസം കണക്ക് കൂട്ടിയാൽ 60 വയസ്സുള്ള ഒരാൾ 21,900 ദിവസങ്ങൾ ജീവിച്ചിരിക്കും. 21,900 ദിവസം. ബഹുമാനപ്പെട്ടവർ ഒരു വാക്കാണ് പറഞ്ഞത്, യാ അല്ലാഹ്, 21,900 ദിവസം നീ തന്ന ഭക്ഷണം കഴിച്ച്, നീ തന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ ജീവിച്ചുവല്ലോ അല്ലാഹ്. 60 വയസ്സ് മാത്രമുള്ളപ്പോ 21,900. അല്ലാഹുവേ, ഈ ജീവിതകാലത്തിൽ ഒരു ദിവസം ഒരു തെറ്റ് എന്ന കണക്കിൽ ഞാൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം മിനിമം ഒന്ന്, ഒരു തമാശ പറഞ്ഞപ്പോ നുണ പറഞ്ഞത്, കളവ് പറഞ്ഞത്, കണ്ണിനെ സൂക്ഷിക്കാതിരുന്നത്, നാവ് സൂക്ഷിക്കാതെ പറഞ്ഞു പോയത്, കാത് സൂക്ഷിക്കാതിരുന്നത്, കൽബ് കൊണ്ട് തിന്മയെ പറ്റി ചിന്തിച്ച് ആലോചിച്ച് തിന്മയുടെ പിന്നാലെ കൽബ് കൊടുത്തത്, അറിയാതെ വന്നു പോയതല്ല, കൽബ് കൊണ്ട് അസ്മ ചെയ്ത തിന്മകൾ. ഇങ്ങനെ നോക്കി ഒരു ദിവസം ഒരു തെറ്റ്, ഇതിലേതെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് എന്റെ കിതാബ് അള്ളാഹു എന്റെ കൈകളിൽ നൽകുമ്പോൾ 21,900 തെറ്റുകൾ എന്റെ കിതാബിൽ എനിക്ക് വായിക്കേണ്ടി വരും. ഒരു ദിവസം ഒന്ന് ചെയ്താൽ തന്നെ 21,900. നമ്മൾ വിചാരിക്കില്ലേ എന്തായിരിക്കും ഹിസാബ് എന്ന്? ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു, അല്ലാഹുവേ, ഒരു ദിവസം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എത്ര തെറ്റുകൾ ഒരു ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ 21,900 ദിവസങ്ങളിലേക്കൊന്ന് ചേർത്ത് വെച്ചാൽ എത്ര വലിയ പാപങ്ങളുടെ റെക്കോർഡുമായിട്ടാണ് അല്ലാഹുവേ ഞാൻ നിന്നെ കണ്ടുമുട്ടാൻ പോകുന്നത്. ഒരട്ടഹാസമാണ്. നോക്കുമ്പോൾ വഫാത്തായിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഒരു ചിന്ത താങ്ങാൻ കഴിയാതെ അട്ടഹാസം വിട്ട് ലോകത്തോട് വിട പറഞ്ഞ അല്ലാമ ഇബ്നു സമ്മ റളിയല്ലാഹു തആല അൻഹു. നമ്മളൊന്ന് ആലോചിക്കുക, അല്ലാഹുവിന് വേണ്ടി ഒന്ന് ചിന്തിക്കുക, ഒരു ആത്മപരിശോധന നടത്തുവിൻ. നാളത്തേക്കുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവിൻ. വിലപ്പെട്ട സമയം അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ചെലവഴിക്കുവിൻ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതം അർത്ഥവത്തുള്ളതായി, അല്ലാഹുവിന് പൊരുത്തപ്പെട്ടതായി, അവൻ ഇഷ്ടപ്പെടുന്നതായി, അല്ലാഹുവിന്റെ തൃപ്തിയിൽ മരണം വരെ ജീവിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും നന്മകൾ വർദ്ധിക്കാനും തിന്മകൾ പൊറുക്കപ്പെടാനും കാരണമാകുന്ന വിധം ജീവിക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, നമ്മുടെ സ്നേഹിതന്മാർ, സുഹൃത്തുക്കള്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മെ സഹായിച്ചവർ, നമ്മോട് കുടുംബ ബന്ധമുള്ളവർ, സുഹൃബന്ധമുള്ളവർ, എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.